ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായിട്ടുള്ള കരുണാകടാക്ഷം കൊണ്ട് നമുക്ക് ആ ഭാഗവതത്തിൻ്റെ മുന്നിൽ വീണ്ടും ഇരിക്കാനായിട്ട് സാധിച്ചു. ഇതുവരെ 11 അധ്യായങ്ങളെ പാരായണം ചെയ്ത് നമ്മൾ സമർപ്പിച്ചു. ധാരാളം അക്ഷരത്തെറ്റുകൾ നല്ലോണം ഉണ്ട് എന്നറിയാം. എങ്കിലും ഭഗവാൻ തന്നൊരു നിയോഗമാണ്. പലരും എന്നോട് പറഞ്ഞു, ആ ശ്രീമദ് ഭാഗവതമൊക്കെ ഒന്ന് വായിച്ച് കഥ പറഞ്ഞാലോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് നിശ്ചയമില്ല, അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് പറയുക. ഞാനിതുവരെ ഭാഗവതം വായിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവരോടും നമ്മുടെ കൃഷ്ണബന്ധുക്കളിൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ ഭാഗവതം വായിക്കാനുള്ളൊരു ധൈര്യം തന്നത് അക്കിത്ത ഭാഗവതം തന്നെയാണ്. കാരണം അത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇതിലെ ശ്ലോകങ്ങളൊക്കെ. ഇത് വായിക്കാനായിട്ട് ഉള്ള മടി ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ധാരാളം ഭാഗവതം കേൾക്കാൻ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ മഹാത്മാക്കളായിട്ടുള്ളവർ അതിമനോഹരമായിട്ട് ആ ഭാഗങ്ങളെ പാരായണം ചെയ്യുമ്പോൾ തന്നെ അത് നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ ശരിക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ അവർ പാരായണം ചെയ്യും. ഞാൻ ഈ തപ്പിത്തടഞ്ഞത് വായിക്കുമ്പോൾ എനിക്ക് ഒട്ടും തൃപ്തി ഉണ്ടാവണില്ല. കാരണം ആ ഒരു ശ്ലോകങ്ങളുടെയും അതിൻ്റെ ഒന്നും ഒരു സ്വയം ആസ്വദിക്കാനൊട്ട് സാധിക്കണമില്ല. ഇത് കേൾക്കണവർക്കും അത്രയൊക്കെ ആസ്വാദം ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തപ്പിത്തടഞ്ഞൊക്കെ വായിക്കുകയല്ലേ. അപ്പോൾ എങ്കിലും ഇത് ഭഗവാൻ തന്നൊരു നിയോഗം പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് ഭഗവാൻ കൊണ്ടുവന്നിരുത്തില്ല. അപ്പോൾ ഈശ്വര നിയോഗം പോലെ ഭഗവാൻ എനിക്ക് തന്ന സേവ പോലെയായിട്ട് കരുതിയിട്ടാണ് അത് വായിക്കണത്. അപ്പോൾ വേണ്ടതുപോലെയൊക്കെ ആവാനായിട്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം. ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പനോട് എല്ലാം ആ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഓരോ അക്ഷരത്തിലും ഭഗവാനെ അവിടുന്ന് തന്നെ ഉള്ളിൽ വിളങ്ങി അക്ഷരത്തെറ്റൊന്നും ഇല്ലാണ്ട് ആ സരസ്വതി ഭാവത്തിലെ ജ്ഞാനസ്വരൂപിണി സരസ്വതി സുസ്മിതേ ഞാൻ വന്ദിച്ചിടുന്നു തവ പാദതലത്തിൽ നിത്യം എന്നും മുകുന്ദചരിതാമതമുച്ചരിക്കാൻ നാവിലെപ്പോഴും അധീശ്വരി വാണിടേണം. ആ സരസ്വതി ഭാവത്തിൽ സാക്ഷാൽ ആ പരമപ്രേമമയ്യായിട്ടുള്ള ശ്രീരാധ നാവിൽ വിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. നമ്മൾ പാരായണം ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം 1ാം സ്കന്ധം 12ാം അധ്യായമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീമദ് ഭാഗവതം 1ാം സ്കന്ധം 12ാം അധ്യായം. ശൗനക ഉവാച. അശ്വത്ഥംനോപസൃഷ്ടേന ബ്രഹ്മശിഷ്ണോരു തേജസ ഉത്തരായാഹതോ ഗർഭ ഈശേനാജീവിത പുനഃ തസ്യ ജന്മ മഹാബുദ്ധേ കർമാണി ച മഹാത്മന നിധനം തഥൈവാസീത് സപ്രേത്യാഗതവാൻ യഥാ തദിദം ചോതുമിച്ഛാമി ഗാദിതും യദി മന്യസേ ബ്രൂഹിന ശ്രദ്ധദാനാനാം യസ്യ ജ്ഞാന മദാച്ഛുക. ശ്രീമദ് ഭാഗവതത്തിലെ 12ാം അധ്യായത്തിന് അക്കിത്ത ഭാഗവതത്തിലുള്ള പേര് പരീക്ഷിത് ജന്മം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ശൗനകൻ പറഞ്ഞു, അശ്വത്ഥാമാവെയ്തു വിട്ട ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തിയാൽ ഹതം ഉത്തരതൻ ഗർഭം
പുനർജാതം മുകുന്ദനാൽ മഹാത്മാവ ബുദ്ധിമാൻ്റെ ജന്മകർമ്മത്യങ്ങളെ പരത്രയെന്തുണ്ടായെന്നും പറവാനിഷ്ടമാവുകിൽ പറഞ്ഞു കേൾപ്പിക്കാ ഭവാൻ ശ്രദ്ധാലുക്കളെ ഞങ്ങളെ. ശുഗോപദിഷ്ടജ്ഞാനൻ്റെ മോക്ഷമാർഗിണമാം കഥ. ശുഗോപദിഷ്ടജ്ഞാനൻ്റെ മോക്ഷമാർഗിണമാം കഥ. അപ്പോൾ അതാ ചോദിക്കുകയാണ്, അല്ല ഈ കഴിഞ്ഞ ഭാഗങ്ങൾ പറഞ്ഞ് അവിടെ സമർപ്പിച്ച് ഒക്കെ നിർത്തി ആ ഭഗവാൻ ദ്വാരകയിലേക്ക് എത്തിയതും അവിടെ എല്ലാവരുമായിട്ട് സന്തോഷത്തോട് കഴിയണു എന്ന് ഒരു ഭാഗം അവിടെ സമർപ്പിച്ചു. അപ്പോൾ അടുത്ത ചോദ്യം, ആ ഒരു കാര്യം പറഞ്ഞ് തൽക്കാലം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു വിരാമം ഇട്ടപ്പോൾ ശൗനകൻ ചോദിക്കണു, അല്ല അങ്ങ് പറഞ്ഞല്ലോ അശ്വത്ഥാമാവ് എഴുതി വിട്ട അസ്ത്രം ഉത്തരയുടെ ഗർഭത്തിൽ വന്നിട്ട് ആ കുട്ടിയെ നശിപ്പിക്കാൻ പോയതും അപ്പോൾ ഉത്തരയുടെ പ്രാർത്ഥന കൊണ്ട് ഭഗവാൻ തന്നെ ആ കുഞ്ഞിനെ രക്ഷിച്ചു എന്നുള്ള കഥകളൊക്കെ പറഞ്ഞുവല്ലോ. ആ മഹാത്മാവിൻ്റെ ഭഗവാനാൽ രക്ഷിക്കപ്പെട്ട ആ വിഷ്ണുരാധൻ്റെ ജന്മങ്ങൾ, അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ, അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു, എങ്ങനെ രാജ്യം പരിപാലിച്ചു, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ശരീരം ഉപേക്ഷിച്ചത്, അതിനെന്താണ് കാരണം ഉണ്ടായത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഞങ്ങളിതാ ശ്രദ്ധയോട് കൂടിയിട്ട് അങ്ങ് പറയുന്ന കഥകളെ കേൾക്കാൻ കൊതിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കഥകൾ പറഞ്ഞു തരണം എന്ന് പറയുകയാണ് സൂതനോട്. അപ്പോൾ സൂതൻ അതിന് മറുപടി പറയണു. സൂത ഉവാച അബീബലധർമ്മരാജ പിതൃവ്രൻ ജയൻ പ്രജ നിസ്പൃഹ സർവകാമേഭ്യോ കൃഷ്ണപാദാനുസേവയ സമ്പദക്രതവോ ലോക മഹർഷി ഭ്രാതരോ മഹി ജംബുദ്വീപാധിപത്യം യശശ്ച ത്രിദിവം ഗതം കിം തേ കാമാ സുരസ്പ്രാഹ മുകുന്ദമനസോ ദ്വിജ ആദിദഹ്രും ഉദം ആദിജഹ്രുമുദം രാജ്ഞ ക്ഷുദിതസ്യ യഥേതരേ മാതുർഗർഭദോ വീര സ തഥാ ഭൃഗുമനന്ദന ദദർശ പുരുഷം കഞ്ചിൻ ദഹ്യമാനോ സ്രതേജസ അങ്കുഷ്ടമാത്രമമലം സ്ഫുരത്പുരടമൗലിനം അഭീച്യ ദർശനം ശ്യാമം ത്വദ്വിദ്വാസ സമച്യുതം ശ്രീമദ്ദീർഘചതുർബാഹും തപ്തകാഞ്ചനകുണ്ടലം ക്ഷതജാക്ഷം ഗദാപാണിം ആത്മനഃ സർവതോ ദിശം പരിഭ്രമന്തമുൽഗാഭാം ഭ്രാമയന്തം ഗതം മുഹു. അപ്പോൾ ആ ചോദിച്ച ചോദ്യത്തിന് സൂതൻ മറുപടി പറയാൻ തുടങ്ങുകയാണ്. സൂതൻ പറഞ്ഞു, കൃഷ്ണപാദാബ്ജാശ്രിതൻ നിസ്പൃഹൻ നിഷ്കാമിധർമ്മജൻ പാലിച്ചതച്ഛനെ പോലെ രഞ്ജിപ്പിച്ചു ജനങ്ങളെ. ധനം യജ്ഞബലം പത്നി അനുജന്മാധരാതരം ജംബുദ്വീപാധിപര്യത്താൽ സ്വർഗപര്യന്തകീർത്തിയും മുകുന്ദാർപ്പിത ദേവാർഹമം കാമലബ്ധിയിൽ തൃപ്തനോ അന്നേ തരത്തിൽ ക്ഷുദിതൻ തൃപ്തനാവുമോ. മാതൃഗർഭഗതൻ വീരൻ ശരത്തീയിൽ ദഹിക്കവേ കണ്ടു പുരുഷരൂപത്തെ. സുവ്യക്തം ഭൃഗുനന്ദന അങ്കുഷ്ടമാത്രൻ അമലൻ സ്ഫുരൽ സ്വർണകിരീടവാൻ അതീവ സുന്ദരൻ ശ്യാമൻ തടിദ്വാസനൻ അച്യുതൻ ശ്രീമദ്ദീർഘചതുർബാഹു തപ്തകാഞ്ചനകുണ്ടലൻ
ക്ഷതജാക്ഷൻ ഗതാപാണി സർവദിക്കിലും ഉൽക്കപോൽ സദാ ഗതാ ചുടറ്റുന്നോൻ സൂര്യൻ മഞ്ഞിനെ എന്ന പോൽ അഗ്നി അസ്ത്ര തേജസ്സിനെ തൻ്റെ ഗതയാൽ സംഹരിപ്പവൻ ചാരത്തെത്തും ദിവ്യനാരീതെന്നു ചിന്തിച്ചു പോയി ശിശു. 2 ശ്ലോകം വായിച്ചിട്ടില്ല കേട്ടോ. അത് ഞാൻ 2 ശ്ലോകമല്ല, 1 ശ്ലോകം വായിച്ചിട്ടില്ല. ഇതിൻ്റെ കൂടെ കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ വായിക്കാം. അസ്ത്രതേജസുഗതയ നിഹാരാമിവ ഗോപതി വിധിമതം സന്നികർഷേ പര്യീക്ഷതാക ഇത്യസൗ. ഇതാണ് അവസാനത്തെ ഒരു ശ്ലോകം. മലയാളത്തിൽ വായിച്ചു. അതും കൂടിയാണ് ഇപ്പോൾ വായിച്ചത്. അതായത് ആ ലൗകിക വിഷയങ്ങളിലൊന്നും ആഗ്രഹമില്ലാണ്ടിരിക്കുന്ന ധർമ്മപുത്രരെ, തൻ്റെ പ്രജകളെ, അച്ഛൻ എങ്ങനെയാണോ മക്കളെ നോക്കണത് അതുപോലെ സ്നേഹിച്ചുകൊണ്ട് ആ ശ്രീകൃഷ്ണനിൽ സർവം സമർപ്പിച്ചിട്ട് ആ ശ്രീകൃഷ്ണനെ പാദസേവ ചെയ്യുന്നു എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ആ രാജ്യത്തെ ഭരിച്ചു എന്ന് പറയാം. അപ്പോൾ ആ യുധിഷ്ഠിര കൃഷ്ണനെ മാത്രമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന യുധിഷ്ഠിര രാജാവിനെ എല്ലാവരും അത്ഭുതപ്പെടത്തക്കൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഐശ്വര്യങ്ങളൊക്കെ യാഗങ്ങൾ ചെയ്തുകൊണ്ട് സിദ്ധിക്കാവുന്ന സ്വർഗലോകം അങ്ങനെയുള്ളതൊക്കെ അദ്ദേഹത്തിന് വലിയ പദവി ഒക്കെ എല്ലാം കിട്ടി. അപ്പോൾ പക്ഷേ വിശന്ന് ദുഃഖിക്കുന്നവന് അന്നത്തിൽ മാത്രമല്ലാതെ മാല, ചന്ദന, സ്ത്രീ മുതലായ വിഷയങ്ങളിൽ സ്നേഹം ജനിക്കാത്തതുപോലെ ഈ ഇദ്ദേഹത്തിന് വിശന്ന് പരിഞ്ഞിരിക്കണ ഒരാൾ അത്രയും വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അയാളെ കൊണ്ടൊന്ന് മാല ചാർത്തി ചന്ദനമൊക്കെ തൊടിയിച്ചു, സ്ത്രീഭോഗത്തിന് വേണ്ടി സ്ത്രീകളെയൊക്കെ കിട്ടുക അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് എന്താ വേണ്ടത്? അയാൾക്കിപ്പോൾ അതൊന്നും വേണ്ട. ഊണൊക്കെ കഴിഞ്ഞ് വിശപ്പ് മാറിയാൽ ഒരു പക്ഷേ വേണ്ടി വരുമായിരിക്കും. പക്ഷേ ആ സമയത്ത് അയാൾക്ക് എന്തേ വേണ്ടു? വിശപ്പിനുള്ള ആഹാരം മതി. അതുപോലെ ഇതൊക്കെ ഉണ്ടായാലും അതിനൊക്കെ നിരസിച്ചു. അദ്ദേഹത്തിന് എന്തേ വേണ്ടു? ആ ഭഗവാന്റെ പാദത്തിൽ എപ്പോഴും ഉറച്ചുകൊണ്ടുള്ള ആ പാദരതി മാത്രം മതി. ഭഗവാന്റെ തൃപ്പാദത്തിനെ ആശ്രയിച്ചുകൊണ്ട് ആ ഭഗവത് ഭക്തി മാത്രമേ അദ്ദേഹം ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ മുകുന്ദ ഭഗവാനെ സേവിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും അദ്ദേഹത്തെ സുഖിപ്പിച്ചില്ല, അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചില്ല. അതെല്ലാം ഈശ്വരനെ സമർപ്പിതമായിട്ട് ചെയ്തു. അങ്ങനെ ആ ഉത്തരയുടെ ചോദിച്ചൂലോ, ഉത്തരയുടെ ഗർഭത്തിലുണ്ടായ കുഞ്ഞിനെ പറ്റിയിട്ട്. ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന ആ കുഞ്ഞ് അസ്ത്രതേജസ്സിന് കൊണ്ട് ദഹിക്കപ്പെടും എന്നുള്ള ആ ചൂടൊക്കെ അനുഭവിച്ച് വിഷമിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് കാണുകയാണ് ഒരു പെരുവിരലിൻ്റെ അത്രയ്ക്ക് വലിപ്പത്തിൽ നിർമ്മലനും പ്രകാശിപ്പിക്കുന്നത് ആ സ്വർണ്ണകിരീടം ധരിച്ചവൻ സുന്ദരരൂപനായിട്ടുള്ള ശ്യാമള വർണ്ണത്തിലുള്ള ഒരു കൊച്ചു സ്വരൂപം മഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അതുപോലെ അതിഭംഗിയുള്ള 4 തൃക്കൈകളിൽ ശംഖ്, ചക്ര, ഗദ, പത്മങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ആ രക്തം പോലെ ചുവന്ന ആ അതിമനോഹരമായ ആ ചുണ്ടുകളെ കൊണ്ട് മന്ദസ്മിതം പൊഴിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ശംഖചക്ര ഗദാധാരിയായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആ കാരുണ്യം തിരയടിക്കുന്ന കണ്ണുകളെ കൊണ്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് തൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ നടക്കുന്ന ഒരു പുരുഷനെ ആര് കണ്ടു? ഈ കുഞ്ഞ് കണ്ടു. അപ്പോൾ സൂര്യൻ്റെ കാന്തിയിൽ മഞ്ഞ് എന്ന പോലെ ആ ഗദയുടെ പ്രഭ കൊണ്ട് ആ അസ്ത്രത്തിൻ്റെ ആ ശക്തിയൊക്കെ ഇല്ലാണ്ടായിട്ട് ഇരിക്കുന്നു. അപ്പോൾ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി തൻ്റെ ചുറ്റും നടക്കുന്ന ഈ പുരുഷൻ ആരാണെന്ന് ആ കുഞ്ഞ് അത്ഭുതത്തോടു കൂടി ആലോചിച്ചു എന്ന് പറയാം. വിധൂയ തതമേയാത്മാ ഭഗവൻ ധർമ്മവിഭു മിഷതോ ദശമാസസ്യ തത്രൈവാന്തർദുദേ ഹരി തത്ര സർവഗുണോദർക്കേ സാനുകൂലഗ്രഹോദയേ ജജ്ഞേ വംശധരേ പാണ്ഡോർഭൂയ പാണ്ഡൂരിവൗജസ തസ്യ പ്രീതമനാ രാജാ വിപ്രൈർധൗമ്യ കൃപാദിഭി ജാതകം കാരയാമാസ വാജയിത്വാധമംഗളം
ഹിരണ്യം ഗാം മഹീം ഗ്രാമാൻ ഹസ്ത്യാശ്വാപതിർവരൻ പ്രദാൻ സ്വനം ജാ വിപ്രേഭ്യ പ്രജാതീർത്ഥേ സ തീർത്ഥവിദ്. ശ്രീഹരയേ നമ. അസ്ത്രധ്വംസീയ അമേയാത്മൻ ഭഗവാൻ ധർമ്മിരക്ഷികൻ ദശമാസ്യൻ്റെ കൺമുമ്പിൽ മറഞ്ഞു ഹരിതൽക്ഷണം. പിന്നെ സർവഗുണോദർക്കം സാനുകൂല ഗ്രഹോദയം ഉജ്ജ്വസിയായി തദ്വംശീവാങ്കുരോദയം. സംപ്രീതനം ധർമ്മപുത്രൻ കൃപധൗമ്യാദി വിപ്രരാൽ പുണ്യാഹമന്ത്രം ചെയ്യിച്ചു ജാതകർമ്മവും. ഗ്രാമം ഭൂമി ഗജം സ്വർണം അശ്വം പശു സുഭോജനം തീർത്ഥവിത്തരുളി വിപ്രർക്കുണ്ണിയുണ്ടായ പുണ്യവൻ. അങ്ങനെ ആ കുഞ്ഞ് ഇതാരാണെന്നിങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ തേജസ്സിനെ അസ്ത്രതേജസ്സിനെ നശിപ്പിച്ച ശേഷം 10 മാസം തികഞ്ഞ ശിശുത നോക്കിക്കൊണ്ടിരിക്കെ ആ രൂപം പെട്ടെന്ന് ഗർഭത്തിൽ വെച്ച് തന്നെ മറിഞ്ഞുപോയി. അപ്പോൾ ആ ഗർഭത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ പുരുഷനെ പെട്ടെന്നുണ്ടായി ആ പുരുഷനെ മറിഞ്ഞുപോയി എന്ന് പറയാം. അതുപോലെ ആ സമയമായിപ്പോൾ പരീക്ഷിത്ത് ആ വംശത്തെ നിലനിർത്തുന്ന ആ പരീക്ഷിത്ത് ജനിച്ചു. പരീക്ഷത്തിൻ്റെ ജനനാണ്. അങ്ങനെ ആ മറഞ്ഞു പോയോട് കൂടിയിട്ട് ഉത്തര പ്രസവിച്ചു ഒരു ആൺകുഞ്ഞിനെ. ആ ആൺകുഞ്ഞാണ് പരീക്ഷിത്ത് മഹാരാജാവ്. അപ്പോൾ സന്തുഷ്ടനായിട്ടുള്ള ധർമ്മപുത്ര രാജാവ് അപ്പോൾ എന്ത് ചെയ്തു? ആചാര്യന്മാർക്കും ഒക്കെ ബ്രാഹ്മണന്മാർക്കൊക്കെ ആചാര്യന്മാരെ കൊണ്ടൊക്കെ ബ്രാഹ്മണന്മാർക്ക് വേണ്ടതൊക്കെ കൊടുത്തിട്ട് എല്ലാവരും ആ ജാതകർമ്മത്തെയൊക്കെ ചെയ്യിക്കുകയാണ് ചെയ്തത്. അതായത് പാത്രം ദേശം കാലം എന്നൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരും സ്വർണം ഭൂമി പശു മുതലായ സാധനങ്ങളെയൊക്കെ ദാനം ചെയ്തു എന്ന് പറയാം. താമ്രജൂർബ്രാഹ്മണ ദുഷ്ടാരാജാനം പ്രശയാന്വിതം മേഷ്യഹ്യസ്മിൻ പ്രജാതന്തൗ പുരൂണാം പൗരവർഷഭ ദൈവേന പ്രതിഘാതേന ശുക്ലേ സംസ്ഥാമുപേയുഷി രാധോ അനുഗ്രഹാർത്ഥായ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ തസ്മനം ആംനാ വിഷ്ണുരാധ ദിലോകേ ബുഹുസ്ത്രിവ ഭവിഷ്യതീന സന്ദേഹോ മഹാഭാഗവതോ മഹാൻ. ശ്രീഹരയേ നമ. വിനീതഭൂപനോടോദി തുഷ്ടാബ്രാഹ്മണരീവിധം പൂർവകർമ്മവശാൽ നഷ്ടപ്രായമീ ഗൗരവാങ്കുരം തടുത്തുകൂടാത്ത ദൈവാനുഗ്രഹത്തിൻ്റെ ശക്തിയായി ജാതനായി രാധനിവൻ വിഷ്ണുവാൽ. അതിനാൽ വിഷ്ണുരാധാഖ്യൻ മഹാഭാഗവതൻ മഹാൻ ബൃഹസ്രവസായി ഭവിക്കും ലോകത്തിൽ സംശയം. അപ്പോൾ അവർ പറയണു, ബ്രാഹ്മണന്മാർ സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞു, അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചപ്പോൾ പറഞ്ഞു, പുരുവംശത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ള ധർമ്മപുത്രരെ അങ്ങേക്ക് പുരുവംശത്തിൽ ജനിച്ചവരുടെ പ്രജാതന്തും പരിശുദ്ധനുമായിട്ടുള്ള ഈ ശിശു തടുക്കാൻ കഴിയാത്തതായിട്ട് ദൈവശക്തി കൊണ്ടാണ് ഇപ്പം യാതൊരു നാശവും ഇല്ലാണ്ടായിട്ട് ജനിച്ചത്. ഭഗവാനാണ്, ആ വിഷ്ണുവാണ് രക്ഷിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ വിഷ്ണുവാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇവനെ വിഷ്ണുരാധൻ എന്ന് പേര് നൽകുകയാണ് എന്ന് പറഞ്ഞു. ഇവനാണ് എങ്ങനെയാ ലോകത്തിൽ എങ്ങും വ്യാപിച്ചിരിക്കുന്ന കീർത്തി ഇവനുണ്ടാവും. ഭക്തിമാനായി ആവാൻ പോകാൻ ഇവൻ മഹാഭക്തിമാനാകും എന്നതിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല എന്നെല്ലാം പറയണു.
യുധിഷ്ഠിര ഉവാച അപേക്ഷ്യ വംശ്യാൻ രാജർഷിൻ പുണ്യ ശ്ലോകൻ മഹാത്മന അനുവർത്തിത സുദൃശസാ സാധുവാദേന സത്തമ. ഹരേ കൃഷ്ണ. പേജ് മറഞ്ഞു പോയി കാറ്റത്ത്, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ വായിക്കുമ്പോൾ ഇതേതാ വായിക്കണേന്ന് നോക്കുകയാണ്. ഹരേ കൃഷ്ണ. യുധിഷ്ഠിരൻ പറഞ്ഞു മഹാത്മരാജർഷി പുണ്യശ്ലോകവംശത്തെ ഈ പ്രജ അനുവർത്തിക്കുമോ സാധു വാദത്താൽ സദ്യശസ്സിനാൽ. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, ഹേ ബ്രാഹ്മണരെ, ഈ കുമാരൻ തൻ്റെ രാജ്യപരിപാലനമൊക്കെ ചെയ്ത് കീർത്തിയാലും നല്ലവനുള്ള പ്രസിദ്ധിയൊക്കെ ഉണ്ടാവും. മുമ്പ് ഈ വംശത്തിലെ ജനിച്ചവരും മഹാത്മാക്കളും പുണ്യശ്ലോകന്മാരുമായ രാജർഷികളെ അനുസരിച്ച് തന്നെയാവും അവൻ ജീവിക്കുക. എങ്ങനെയാണ് ഇവൻ്റെ ആ ഭാവിയൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരണമെന്ന് പറയാണ്. ബ്രാഹ്മണ ഊജു പാർത്ഥപ്രജാവിദോ സാക്ഷാദിക്ഷാഗൂരിവ മാനവ ബ്രഹ്മണ്യ സത്യസന്ധശ്ച രാമോ ദാശരഥീര്യഥ ഏഷാദാശരണ്യശ്ച യഥാ ഹ്യൗഷീനരശിഭി യശോ വിദനിതാസ്വാനം ദൗക്ഷ്യന്തിരിവായജ്വനാം. ബ്രാഹ്മണൻ പറഞ്ഞു, സാക്ഷാലിക്ഷാഹുവെപ്പോലെ പ്രജാപാലകനാമിവൻ രാമദാശരഥിക്കൊപ്പം ബ്രഹ്മണ്യൻ സത്യസന്ധനും ഔഷീനരൻ ശിബീ കണക്കിവൻ ദാനി ശരണ്യനും യശസ്കരാക്കും ദൗഷന്തി പോൽ സ്വയാജിജനങ്ങളെ. അപ്പോൾ പറയണോ എങ്ങനെയാണ് എന്ന് ചോദിക്കുക, ബ്രാഹ്മണനോട് ചോദിക്കുക എങ്ങനെയാണ് ഈ കുട്ടി എങ്ങനെയായിട്ട് തീരും എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബ്രാഹ്മണർ ഉത്തരം പറയുകയാണ്, ഇവൻ മനുപുത്രനായ സാക്ഷാൽ ഇക്ഷാകു മഹാരാജാവിനെ പോലെ ഇവൻ ഈ പ്രജാപരിപാലനമൊക്കെ ചെയ്യും. അതുപോലെ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിട്ടുള്ളൊരു ശ്രീരാമചന്ദ്രനെ പോലെ ബ്രാഹ്മണ ഭക്തനും സത്യസന്ധനുമായിട്ടിരിക്കും എന്ന് പറയണു. പിന്നെ അതുമാത്രമല്ല, ഉശീനര ദേശങ്ങൾക്ക് അധിപതിയായിട്ടിരിക്കുന്ന ശിബി ചക്രവർത്തി ഉണ്ടല്ലോ, ആ ശിബി ചക്രവർത്തിയുടെ ദാനം കൊണ്ടാണ് ആ ചക്രവർത്തിയുടെ മഹത്വം. അപ്പം അതുപോലെ തങ്ങളെ രക്ഷിച്ചിരിക്കുന്നവരെ മുഴുവൻ ആശ്രയിക്കുന്നവരും ദുഷ്യന്ത മഹാരാജാവിൻ്റെ പുത്രനായ ഭരതനെ പോലെ സ്വവംശത്തെ ജനിച്ചവർക്കും വേണ്ടിയിട്ട് യാഗം ചെയ്യുന്നവനൊക്കെ ആയിരിക്കും. അങ്ങനെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നവനെ ആയിരിക്കും എല്ലാം കൊണ്ടും. അപ്പോൾ ഓരോ വംശത്തിലും പിറന്ന ശ്രേഷ്ഠന്മാരായവരുടെ എല്ലാ ഗുണങ്ങളും ഈ ശിശുവിന് ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ധന്യിനാം അഗ്രണീരേഷ തുല്യാചാർജുനയോദയോ ഹുദാശ ഇവ ദുർദർശേ സമുദ്ര ഇവ ദുസ്തര മൃഗേന്ദ്ര ഇവ വിക്രാന്തോ നിക്ഷേവ്യോ ഹിമവാനിവ തിദിക്ഷുർ വസുദേവാസു സഹിഷ്ണു പിതരാവിവ പിതാമഹസമസാമ്യേ പ്രസാദേ ഗിരിശോപമ ആശ്രയ സർവഭൂതാനം യഥാ ദേവോ രമാശ്രയ സർവസദ്ഗുണമാഹാത്മ്യ ഏഷ കൃഷ്ണമനുവ്രത
രന്തിദേവ ഇവോദാരോ യയാദീരിവ ധാർമ്മിക ധൃതാ ബലിസമകൃഷ്ണോ പ്രഹ്ലാദ ഇവ സദ്ഗ്രഹ ആഹൈർത്തൈഷോ അശ്വമേധാനാം വൃദ്ധാനാം പര്യുപാസക രാജർഷീണാം ജനയിത ശാസ്താചോദ്പദഗാമിനാം നിഗൃഹീത്വാ കുലേശ്ചൈഷ ഭുവോ ധർമ്മസ്യ കാരണാത്. ധന്യമുഖ്യനിവൻ രണ്ടർജുനന്മാർക്കും സമാനനാം. ഹുദാശൻ പോലെ ദുർദർശൻ, സമുദ്രം പോലെ ദുസ്തരൻ, മൃഗേന്ദ്രം പോലെ വിക്രാന്തൻ, ഹിമമാൻ പോലെ നിഷേവ്യനും, തിദിക്ഷു വസുതയ്ക്കൊപ്പം പൃഥുതുല്യം സഹിഷ്ണുവും, ബ്രഹ്മതുല്യൻ സമത്വത്തിൽ ഗിരീശൻ പോൽ പ്രസന്നനും, രമാശ്രയൻ പോലിവനും, സർവഭൂതാശ്രയൻ ദൃഢം, സർവസദ്ഗുണമാഹാത്മ്യം കൊണ്ടു കൃഷ്ണാനുവ്രതൻ, രന്തിദേവം പോലുദാരൻ, യയാദിക്കൊത്ത ധാർമ്മികൻ, ബലിപോൽ ധൈര്യവാൻ കൃഷ്ണ, ഭക്ത്യ പ്രഹ്ലാദ സന്നിഭൻ, അശ്വമേധങ്ങളെ ചെയ്യും വൃദ്ധോപാസകനീ പ്രജ. രാജർഷിമാർക്ക് അച്ഛന്നിവൻ അധർമ്മികളെ വെന്നിടും, ഭൂമിയെ ധർമ്മത്തെ മീളും, സാധിക്കും കലിനിഗ്രഹം. ആ കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് ഇതാ ആ മഹാത്മാക്കൾ ആ കുഞ്ഞ് അങ്ങനെയായിരിക്കും എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ശ്ലോകത്തിലൂടെ. വില്ലാളി വീരനിൽ വെച്ചിട്ട് കാർത്തിവീരാർജുനനും അർജുനനൊക്കെ ഉണ്ടല്ലോ, അവരാ രണ്ട് അർജുനന്മാർക്കും സമനായിട്ട് തീരും. അതുപോലെ അഗ്രഗണ്യനായിട്ട് തീരും. അഗ്നിയെപ്പോലെ അഗ്നിയോട് എതിർക്കാൻ ചെന്നാൽ ആ അഗ്നിയിൽ വീണ് എല്ലാവരും നശിക്കുന്നു പറഞ്ഞാൽ ഇവനോട് ആർക്കും ഇവരെ ആക്രമിച്ചവരെയൊക്കെ അവൻ നിശേഷം നശിപ്പിക്കുക ചെയ്യുക. ആ സമുദ്രത്തിനെ ആക്രമിച്ച് നശിപ്പിക്കാൻ കഴിയില്ല എന്ന പോലെ അതിക്രമിക്കാൻ പറ്റില്ല എന്ന പോലെ ഇവനെയും അതിക്രമിക്കാൻ ആർക്കും സാധിക്കില്ല. ഇവൻ്റെ ആജ്ഞയെ നിരസിക്കാൻ ആർക്കും സാധിക്കില്ല. അതുപോലെ സിംഹത്തിനെ പോലെ വീരപരാക്രമമുള്ളവനാണ്. ഹിമാലയ പർവ്വതത്തിനെ പോലെ സേവിക്കാൻ യോഗ്യനാണ് ഉള്ളത്. ഭൂമിദേവിയെ പോലെ സുഖദുഃഖങ്ങളെ സഹിക്കുന്നവനാണ് ഇവൻ. മാതാപിതാക്കന്മാരെ പോലെ ആ പ്രജകളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായിരിക്കും. അതുപോലെ സകലരെയും സമമായി പാലിക്കുന്ന വിഷയത്തിൽ ബ്രഹ്മാവിന് സദസ്യനായിട്ട് തീരും. ആശ്രയിച്ചവരെ അനുഗ്രഹിക്കുന്ന കാര്യത്തിൽ ശിവനെ പോലെ ആയിട്ട് തീരും. എല്ലാവർക്കും ആശ്രയിക്കാൻ തക്ക യോഗ്യത ലക്ഷ്മീദേവിയെ ആശ്രയമായിരിക്കുന്ന മഹാവിഷ്ണുവിന് സദസ്യനായിട്ട് ഇവൻ തീരും എന്ന് പറയാണ്. സകല സദ്ഗുണങ്ങളും തിരഞ്ഞിരിക്കുന്ന മഹാത്മ്യത്തിൽ ഇതാ ശ്രീകൃഷ്ണനോട് തുല്യനും ആ കാര്യത്തിൽ ശ്രീകൃഷ്ണനോട് തുല്യനായിരിക്കുന്നു. എല്ലാ സദ്ഗുണങ്ങളിലും തികഞ്ഞിരിക്കുന്ന ആ ഒരു മഹത്വം പറയുകയാണെങ്കിൽ ആരോടാ കണക്ക് പറയണത്? ശ്രീകൃഷ്ണനൊപ്പം എന്ന് പറയണം. അത്രയും മഹത്വമാണ് പറയണത്. അതുപോലെ ഔദാര്യത്തിൽ രഞ്ജിദേവനൊപ്പവും ധർമ്മം തെറ്റാതെ നടത്തുന്നതിൽ യയാദിക്ക് തുല്യനും ആയിത്തീരും. ധൈര്യത്തിൽ മഹാബലിക്ക് തുല്യനും ആ ശ്രീകൃഷ്ണ ഭക്തിയിലെ പ്രഹ്ലാദന് തുല്യനുമായിത്തീരും. അശ്വമേധങ്ങളെയൊക്കെ ചെയ്യും. മഹാത്മാക്കളെയൊക്കെ ഇവൻ ഉപാസിക്കും. ആ ശ്രേഷ്ഠന്മാരായ രാജർഷികൾ ഇവനിൽ നിന്നുണ്ടാവും. ധർമ്മമാർഗം തെറ്റി നടക്കുന്നവരെ അവൻ ശാസിക്കും. ഭൂമിയിൽ ധർമ്മം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇവൻ കലിയെ വരെ ശാസിക്കുന്നവനായിട്ട് തീരും. എല്ലാവരെയും ദുഷിപ്പിക്കാൻ സമർത്ഥനായ കലിയെ പോലും നശിപ്പിക്കാനുള്ള ശക്തി ഇവനുണ്ടായിട്ട് തീരും എന്നെല്ലാം ആ മഹാത്മാക്കളെ പറയുകയാണ്. തക്ഷുഗാദാത്മനോ മൃത്യും ദ്വിജപുത്രോപസർജിതാത് പ്രപൽസ്യത ഉപശ്രുത്യ മുക്തസംഗാപതം ഹരേ ജിജ്ഞാസിതാത്മയ
ജിജ്ഞാസിത ആത്മയാഥാത്മ്യോ മുനേർ വ്യാസസുതാദസൗ ഹിത്വേദം നൃപ ഗംഗായാം യസ്യാദൃദ്ധഗുദോഭയം ഇതി രാജ്ഞ ഉപാദൃശ്യ വിപ്ര ജാതകോവിദ ലബ്ധ്വാ അപചിതയാ സർവേ പ്രതിജഗ്മു സ്വഗാൻ ഗൃഹാൻ. സ ഏഷ ലോകവിഖ്യാത പരീക്ഷതിയത് പ്രഭു ഗർഭദൃഷ്ടമനുജ്ഞായൻ പരീക്ഷിദ്ദേത നരേഷിഹ. സ രാജപുത്രോ വിവിധ ആശു ശുക്ല ഇവോടുപ ആഭൂര്യമാണ പിതൃഭീ കാഷ്ടാഭീരിവ സോന്വഹം യക്ഷ്യമാണോശ്വമേധേന ജ്ഞാതിദ്രോഹജാസയ രാജ്യലബ്ധതനോ ദദ്യന്യത്ര കരദണ്ഡയോ. ദ്വിജപുത്രനയക്കും ദക്ഷകനാൽ വധ്യനാണു താൻ എന്നറിഞ്ഞിട്ടുപാസിക്കും ഹരിപാദത്തെ നിർമ്മമൻ. ചോദിച്ചറിഞ്ഞിടും ആത്മതത്വത്തെ ശുഗനോടിവൻ ഉടൽ ഗംഗയിൽ ഇട്ടെത്തും അഗുദോഭയമാം പദം. ഭൂപനോടിതുണർത്തിച്ച വിപ്രജാതക കോവിദർ പാരിതോഷികവും വാങ്ങി സ്വഗൃഹങ്ങളിലേക്ക് പോയി. ഗർഭദൃഷ്ട്യാ ധ്യാനലീനൻ കാണുന്നവരിലൊക്കെയും തത്സാന്നിധ്യം പരീക്ഷിച്ചു. പരീക്ഷിത്തായി പേരിലും അതിവേഗത്തിലാ പൂര്യമാണനായി പിതൃശ്രദ്ധയിലാ രാജ്ഞപുത്രൻ കലയിലൊക്കെയും ചെയ്യുമെമ്മട്ട് അശ്വമേധം ജാതിദ്രോഹജിഗാംസു ഞാൻ ധർമ്മജന്നടലില്ലല്ലോ കരദണ്ഡേതരം ധനം. അങ്ങനെ പറഞ്ഞു. എല്ലാ ഗുണങ്ങളെയും പറഞ്ഞിട്ട് പറഞ്ഞു ഇനി ഇവൻ ബ്രാഹ്മണപുത്രനായ ശാപം മേടിച്ചിട്ട് തക്ഷകൻ കടിച്ച് മരിക്കാനാണ് ഇടവരിക. അപ്പോൾ അത് അറിഞ്ഞപ്പോൾ എല്ലാത്തിൽ നിന്നും എല്ലാ വിഷയങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് രാജ്യഭാര്യമൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് മനസ്സിനെ ലൗകികത്തിൽ നിന്നെല്ലാം വിടിയിച്ച് ആ ശ്രീഹരിയുടെ പാദപത്മങ്ങളെ മാത്രം മനസ്സുറപ്പിച്ചിട്ട് പരമപദം പ്രാപിക്കുമെന്ന് പറയാണ്. അങ്ങനെ ആ വ്യാസപുത്രനായിട്ടുള്ള ശുഗമുനിയിൽ നിന്ന് ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും പരമാത്മതത്വത്തെയൊക്കെ മനസ്സിലാക്കിയിട്ട് ഗംഗാ നദീതീരത്ത് തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ഭയരഹിതനായിട്ടുള്ള ശ്രീകൃഷ്ണപാദത്തെ പ്രാപിക്കും എന്ന് പറയണം. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ജാതകമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ബ്രാഹ്മണന്മാരെന്ത് ചെയ്തു, രാജാവിനോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് രാജാവ് കൊടുത്ത പാരിതോഷികങ്ങളൊക്കെ കൈപ്പറ്റി അവർ സന്തോഷത്തോടു കൂടിയിട്ട് അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോയി. പരീക്ഷിത്ത് എന്ന നാമം വന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ബാലൻ തൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് കണ്ടതായിട്ടുള്ള ആ രൂപത്തിനെ ഓരോരുത്തർ വരുമ്പോഴും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും. ഈ രൂപമാണോ ഞാൻ കണ്ടത്, അമ്മയുടെ ഗർഭത്തിൽ വെച്ചിട്ട് ഈ രൂപമാണോ ഞാൻ കണ്ടത് എന്നിങ്ങനെ പരീക്ഷണ ബുദ്ധിയാൽ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നോക്കിയിട്ട് ആ ഭഗവാനെ തിരിച്ചറിഞ്ഞു അവസാനം. അപ്പോൾ അതുകൊണ്ട് ആ പരീക്ഷാഭാവത്തിൽ നോക്കിയത് കൊണ്ടാണ് പരീക്ഷിത്ത് എന്ന് പേര് വന്നത് എന്ന് പറയണം. അതുപോലെ ശുക്ലപക്ഷത്തിൽ ദിവസം തോറും വൃദ്ധിയെ പ്രാപിക്കുന്ന നക്ഷത്ര രാജാവിനെ പോലെ ആ നക്ഷത്ര രാജാവാണ് ചന്ദ്രനെ പോലെ ഈ രാജകുമാരൻ ധർമ്മപുത്രൻ മുതലായ പിതാക്കന്മാർ ചെയ്യുന്ന
സംതൃപ്തികരങ്ങളായ പരിപാലനങ്ങളാൽ 64 വിദ്യകളിലും വേണ്ടും വിധം വിദ്യകളെയൊക്കെ അഭ്യസിച്ചു. അതുകൂടാണ്ട് ധർമ്മപുത്ര എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇനി ഒക്കെ പറയാൻ പോണത്. ഒരിക്കൽ സൂചിപ്പിച്ച ധർമ്മപുത്രരുടെ ആ കഥകളെയൊക്കെ അത് അവിടെ അനുവർത്തിക്കുകയാണ്. അതൊക്കെ പറഞ്ഞുകൊണ്ട് കലിയെ നിഗ്രഹിക്കാനായിട്ട് പോണ ആ കാര്യങ്ങളൊക്കെ അതാ ഇനിയുള്ള അടുത്തതിൽ ഇനി അതൊക്കെയാണ് ഇനി പറയാൻ പോണത്. തദഭിപ്രേതമാലക്ഷ്യ ഭ്രാതരോച്യുതചോദിതാധനം പ്രഹീനമായ ആജഹ്രൂരുദീച്യം ദിശി ഭൂരിശ തേന സംവൃത സംഭാരോ ധർമ്മപുത്രോ യുധിഷ്ഠിര വാജമേധൈ ശ്രീഭിർഭീതോ യജ്ഞൈ സമയജദ്ഹരിം ആഹുതോ ഭഗവാൻ രാജ്ഞ യാചയിത്വാദിജേർനൃപം വാസാഗതിജിന്മാസാൻ സുഹൃദം പ്രിയകാമ്യയാം തതോ രാജ്യാനുജ്ഞാത കൃഷ്ണയാ സഹ ബന്ധുഭി യയൗ ദ്വാരവതീം ബ്രഹ്മൻ സാർജുനായതുഭിർവൃത. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ ദ്വാദശോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇത് കേട്ട അച്യുതൻ പ്രേരിപ്പിച്ചിട്ടാർജിച്ചു സോദരർ ഉദീജിയിൽ മരുത്തൻ പണ്ടുപേക്ഷിച്ച തനോൽക്കരം. അപ്പോൾ സംവൃത സംഭാരൻ ധർമ്മജൻ ഭീതമാനസൻ അശ്വമേധത്രയം കൊണ്ടു ഹരിയെ പ്രീതനാക്കിനാൻ. ആഹൂത ദ്വിജരാലീശൻ കഴിപ്പിച്ചു നൃപക്രതു പാർക്കയും ചെയ്തതവിടേക്കാറുമാസം സുഹൃത്പ്രിയൻ കൃഷ്ണരാജാവ് അന്യബന്ധുക്കളും സമ്മതിക്കവേ യദുക്കളോർത്ത് അർജുനനും കൃഷ്ണനും യദുക്കളൊത്തർജുനനും കൃഷ്ണനും ദ്വാരകയ്ക്കു പോയി. പറയണു ധർമ്മപുത്രരുടെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള സഹോദരന്മാരെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രേരണയോടുകൂടിയിട്ട് വടക്ക് ദിക്കിലെ മരുത്തൻ എന്ന മഹാരാജാവിനെ യാഗത്തിൽ ഉപേക്ഷിച്ച സ്വർണ്ണപാത്രങ്ങൾ മുതലായതൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്നു. ധനം കൊണ്ട് യാഗത്തിന് വേണ്ട സകല സംഭാരങ്ങളൊക്കെ ചെയ്തു. ബന്ധുദ്രോഹം നിമിത്തമുണ്ടാകുന്ന പാപമൊന്നൊക്കെ ഇല്ലാണ്ടായി. അങ്ങനെ ധർമ്മപുത്രനായിട്ടുള്ള യുധിഷ്ഠിരൻ മഹാരാജാവ് അശ്വമേധങ്ങളെ കൊണ്ട് ആ ശ്രീഹരിയെ പൂജിച്ചു. അതിൻ്റെ ഫലം കൊണ്ട് ആ ദാനം ചെയ്ത യജ്ഞേശ്വരനായിട്ടുള്ള ശ്രീഹരിയെ പൂജിച്ചു. പിന്നെ അതിനുശേഷം യാഗങ്ങളെയൊക്കെ നിർവിഘ്നം നടത്തിത്തരാൻ കരുണ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധർമ്മപുത്രരെ ഭഗവാനായ ശ്രീകൃഷ്ണനെ ക്ഷണിച്ചു വരുത്തി. ശ്രീകൃഷ്ണൻ ആ കർമ്മനിപുണന്മാരായിട്ടുള്ള ബ്രാഹ്മണരെ കൊണ്ട് രാജാവിൻ്റെ യാഗമൊക്കെ വേണ്ടതുപോലെ നടത്തിക്കൊടുത്ത് സുഹൃത്തുക്കളായിട്ടുള്ള അവരുടെ കൂടെ കുറച്ചു കാലം അവിടെ കഴിച്ചുകൂട്ടി. അതിനുശേഷം ബന്ധുജനങ്ങൾ പാഞ്ചാലി ബന്ധുജനങ്ങൾ എന്നിവരോടൊക്കെ സമ്മതം വാങ്ങിയിട്ട് യാദവന്മാരോട് കൂടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെയും കൂട്ടിയിട്ട് ദ്വാരകയിലേക്ക് പോയി എന്ന് പറഞ്ഞ് ആ ഭാഗത്തോട് കൂടിയിട്ടാണ് ഈ സ്കന്ധം ഇവിടെ ഈ 12ാമത്തെ അധ്യായം, 1ാമത്തെ സ്കന്ധത്തിൽ 12ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത്. ഇനി നമ്മൾ പാരായണം ചെയ്യാനുള്ളത് 13ാമത്തെ അധ്യായമാണ് പാരായണം ചെയ്യാനുള്ളത്. അത് ആ ഒരു ഭാഗം അടുത്ത ദിവസം വേണ്ടതുപോലെ പാരായണം ചെയ്യാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആ ചെറിയ അധ്യായം ആയതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളാണ്, പക്ഷേ ഒരേ അധ്യായം വീതം വായിച്ചു പോവുമായിരിക്കും നല്ലതെന്ന് തോന്നണം. അപ്പോൾ അടുത്ത ദിവസം പാരായണം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ പാരായണം ചെയ്തതെല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും പാദത്തിൽ വീണ് നമസ്കരിക്കണം. വേണ്ടതുപോലെ പാരായണം ചെയ്യാനും ഇത് വേണ്ടതുപോലെ പൂർണ്ണമാക്കാനുമൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം
ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം.